പയറുവർഗ്ഗങ്ങൾ ചൂടാക്കുമ്പോൾ വരുന്ന പത ക്യാൻസറിന് കാരണമാവോ? ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കോ? ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണോ? നമുക്ക് നോക്കാം. പയറുവർഗ്ഗങ്ങൾ കഴിക്കാത്തവരെ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? പ്രോട്ടീനുകളും മറ്റ് പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നവയാണ് പയറുവർഗ്ഗങ്ങൾ. എന്നാൽ ഇവ ചൂടാക്കുമ്പോൾ വെള്ളത്തിന് മുകളിലായി പതഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പതയാണ് ഇന്നത്തെ നമ്മളെ വിഷയം. പയറുവർഗ്ഗങ്ങളുടെ പോഷക ഗുണങ്ങൾക്ക് കാരണമായ വെള്ളത്തിൽ ലയിക്കുന്ന പ്രോട്ടീനുകളും അന്നജം അഥവാ സ്റ്റാർച്ചും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടികൾ അടങ്ങിയ സാപ്പോണിനും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. സാപ്പോണിൻ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനും സഹായിക്കും കേട്ടോ. അപ്പൊ ഈ പദ നീക്കം ചെയ്യാതിരുന്നാൽ പ്രോട്ടീനും അന്നജവും സാപ്പോണിനും ഒക്കെ അഡ്വാൻറ്റേജസ് ആയി നമ്മുടെ ബോഡിക്ക് കിട്ടും. പദയിൽ നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസ് അടങ്ങിയ പോലെ തന്നെ ചില ആന്റി ന്യൂട്രീഷണൽ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പേര് കേട്ടാൽ തന്നെ അറിയാലോ, ആന്റി ന്യൂട്രീഷണൽ, ശരീരത്തിന് അത്ര ശുഭകരമല്ലാത്തവ. ഒന്നാമത്തെ ഘടകം ഫൈറ്റിക് ആസിഡ് ആണ്. ഇത് അയൺ, സിങ്ക്, കാൽഷ്യം തുടങ്ങിയ മിനറലുകളുമായി ബൈൻഡ് ചെയ്ത് ഇത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാതാക്കും. അപ്പം മിനറൽ ഡെഫിഷ്യൻസി സംഭവിക്കും. രണ്ടാമത്തെ ഘടകം കാർബോഹൈഡ്രേറ്റുകളായ റഫിനോസും സ്റ്റാക്യൂസുമാണ്. ഇവ ഫെർമെന്റ് ചെയ്ത് നമ്മുടെ ഗട്ടിൽ ഗ്യാസ് ഉണ്ടാക്കുന്നതിനും ബ്ലോട്ടിങ്ങിനും മറ്റ് ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. മൂന്നാമത്തെ ഘടകം സാപ്പോണിൻ തന്നെയാണ്. ഇവ കൂടിയാലും ദഹനത്തിന് പ്രശ്നമാണ്. അല്ല ബായി, അപ്പൊ ചുരുക്കി പറ, ഈ പദ പ്രശ്നക്കാരനാണോ അല്ലേന്ന് ചോദിച്ചാൽ ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഗ്യാസ്ട്രിക് ട്രബിൾ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പദ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു വഴി, പൾസസ് നന്നായി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കുക്ക് ചെയ്യാം. അപ്പൊ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാനും സഹായിക്കും. ഇനി ഗ്യാസ് ട്രബിൾ ഉള്ളവർ പൾസ് ഇൻടേക്ക് ഗ്രാജുവലി കൂട്ടുക. ആവശ്യമെങ്കിൽ മാത്രം ആൽഫ ഗാലക്ടോസിഡേസ് സപ്ലിമെന്റ്സ് എടുക്കാം. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.